നമസ്കാരം. ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ്. നമ്മൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല വരികയാണ്. പൊങ്കാല എന്നത് ശരിക്കും ആം, എല്ലാ ഭക്തരുടെയും എല്ലാവരുടെയും ഒരു ഉത്സവമാണെങ്കിലും സ്ത്രീകളുടെ ഒരു ഉത്സവമാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു ആവേശവും അവരുടെ ഒരു അഭിമാനവും, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവകാശം പോലെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാല ഇടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒഴുക്ക് വരുന്ന ഈ സമയത്ത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പൊങ്കാല എന്നത് ജീവിതത്തിലെ ഒരു വലിയ അതൊരു അനുഷ്ഠാനം എന്നുള്ളതിലുപരി നമ്മുടെ ഒരു വലിയ തിരുവോണോ അതല്ലെങ്കിൽ അത് നമ്മളൊരു ഉത്സവം എന്നതുപോലെ നമ്മളെ ഒരു മനസ്സും ശരീരവും നമ്മുടെ ആത്മാവും ഒക്കെ അത്രത്തോളം ഭക്തിപൂർവ്വം സമർപ്പിച്ച് അതിനകത്ത് അങ്ങേയറ്റം മനസ്സുരുകി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഒരു വലിയ വിശിഷ്ടമായ സന്ദർഭമാണ് ആറ്റുകാൽ പൊങ്കാല. പക്ഷേ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം, ഒന്ന്, ജാതി മത വർഗഭേദമന്യേ എല്ലാ വിഭാഗക്കാർക്കും വന്ന് പൊങ്കാലയിടാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ സന്നിധിയാണ് ആറ്റുകാൽ. എല്ലാവരും, കാരണം ആറ്റുകാൽ അമ്മയിലുള്ള വിശ്വാസത്തോടെ പൊങ്കാലയിടുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അത് മതമോ ജാതിയോ ഒന്നും നോക്കാതെ വന്നിടുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് സ്ത്രീകളെ സംബന്ധിച്ച് പൊങ്കാല ഇടുമ്പോൾ സാധാരണ നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് അമ്മയെ സങ്കല്പിച്ച് അമ്മയുടെ പരിസരത്താണ്, റോഡിലും പരിസരങ്ങളിലുമാണ് ഇടുന്നുള്ളെങ്കിൽ പോലും അതിനകത്ത് നമ്മളൊരു ശുദ്ധവൃത്തിയും ഒരു വ്രതനിഷ്ഠയും ഒരു പരിപാവനതയും ഒക്കെ നമ്മൾ അതിനകത്ത് കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരും പൊങ്കാല ഇടുമെങ്കിലും ചില സ്ത്രീകൾക്ക് ആ സമയത്ത് പൊങ്കാല ഇടാൻ പാടില്ലാത്തൊരവസരം വരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട്, സാധാരണ വ്രതാനുഷ്ഠാനങ്ങളിലും മറ്റുമൊക്കെ സ്ത്രീകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത സമയത്ത് വ്രതാനുഷ്ഠാനം പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു എക്സംഷൻ സ്ത്രീകൾക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ഒരു മണ്ഡല വ്രതം എടുക്കുകയാണ്, 41 ദിവസം വ്രതം എടുക്കുകയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ച് അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്നാൽ അവർ ഈ വ്രതം എടുത്ത് 10 ദിവസം ആകുമ്പോൾ അവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്നാൽ പിന്നുള്ള 7 ദിവസം ഒഴിവാക്കിയിട്ട് വീണ്ടും അവർ വ്രതം കണ്ടിന്യൂ ചെയ്യുന്നത് 8ാം ദിവസം തൊട്ട് 11 എന്ന് കണക്കാക്കി തന്നെയാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു എക്സംഷൻ പ്രപഞ്ച ശക്തി അവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ആറ്റുകാൽ വരുമ്പോഴും അവർക്ക് പൊങ്കാല ഇടാൻ പാടില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ച് അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത ആ 7 ദിവസങ്ങൾ, അതായത് നമ്മൾ അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്നു പോയാൽ 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ ആ 7 ദിവസത്തിനുള്ളിൽ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പോയി പൊങ്കാല, ആ പരിസരത്ത് പോയി പൊങ്കാല ഇടരുതെന്നാണ് ശരിക്കും പൂർവികർ പറയുന്നത്. താന്ത്രികമായിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു ചിട്ട. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ മരണം നടന്നാൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. കാരണം ഏറ്റവും അടുത്ത ബന്ധുവൊക്കെ മരിച്ചു, ഇനി ഞങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞല്ലേ പൊങ്കാല ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ രക്തബന്ധത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത മരണം നടന്നിട്ടുണ്ടെങ്കിൽ 16 കഴിഞ്ഞാൽ അതിന് നമ്മൾ ഈ പല ദേശങ്ങളിൽ പല പേര് പറയുമെങ്കിലും പുലകൂളി അടിയന്തരം എന്നാണ് പറയുന്നത് 16-ന്. അതായത് പുല മാറി കുളിച്ച് ശുദ്ധിയായി അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ അമ്പലത്തിൽ പോകണമെന്നാണ് 16 തൊട്ട്. അപ്പം 16 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് അവർക്ക് പൊങ്കാല ഇടാം. പക്ഷേ ഈ 16 വരെയുള്ള ആ പുലകുളി അടിയന്തരം 16 ചടങ്ങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരണം നടന്ന വീട്ടിൽ നിന്ന് ആരും പോയി പൊങ്കാല ഇടാൻ പാടില്ല. ആരുമെന്ന് മാത്രമല്ല, അത് ആ മരിച്ച ആളിൻ്റെ അടുത്ത് രക്തബന്ധമുള്ള ആരും പൊങ്കാല ഇടാൻ പാടില്ല. സ്ത്രീകൾ പൊങ്കാല ഇടരുതെന്നാണ് അതിൻ്റെ ഒരു അനുശാസനം. ഇനി മറ്റൊന്ന്, ഒരു കുടുംബത്തിൽ ഈ മരണം പോലെ തന്നെയാണ് മറ്റൊരു പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വാലാഴ്മ എന്ന് പറയും. അപ്പോൾ പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ വാലാഴ്മയുണ്ടെങ്കിൽ ഏത് സ്ത്രീയാണോ പ്രസവിച്ച് അവരെ സംരക്ഷിക്കുന്ന വീട്, ആ വീട്ടിൽ നിന്ന് ആരും തന്നെ 11 ദിവസത്തേക്ക് സ്ത്രീകൾ പൊങ്കാലയിടാൻ പോകാൻ പാടില്ല. അതേസമയം ഈ പ്രസവിച്ച് കിടക്കുന്ന പ്രസവിച്ച സ്ത്രീ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ കുഞ്ഞിന് ചോറൂണ് കൊടുത്തതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ. അതുപോലെ വാലാഴ്മയുള്ള ആ വീട്ടിൽ നിന്ന്
11 ദിവസം കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പോയി പൊങ്കാലയിടാം. പക്ഷേ 11 ദിവസത്തേക്ക് പൊങ്കാലയിടാൻ പാടില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പിന്നെ മതാനുഷ്ഠാനത്തിൽ എല്ലാ പിന്നെ ഈശ്വര കാര്യത്തിലും ദൈവിക കാര്യങ്ങളിലും ഒരു അനുഷ്ഠാനവും ആചാരവും കാണും. അതുപോലെ ഇതും ആ ഒരു അനുഷ്ഠാന ആചാരങ്ങളിൽ വരുന്നത് കൊണ്ട് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് തോന്നാം ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുന്നില്ല, അമ്പലത്തിനകത്ത് കയറുന്നില്ല, വെളിയിൽ പോയി അല്ലേ എന്ന് തോന്നാം. അങ്ങനെ ചെയ്യുന്നത് അത്ര നന്നല്ല. ഇത് പൂർവികരായിട്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചിട്ടയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൊങ്കാല ഇടുന്ന ദിവസം നമ്മൾ ഒരു പക്ഷേ നമ്മൾ രാവിലെ പൊങ്കാലയുടെ എല്ലാം തയ്യാറായൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ പാടില്ലാത്തൊരവസ്ഥ വന്നത് പെട്ടെന്ന്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത വേണ്ട, ഈ വർഷം വേണ്ട, അടുത്ത വർഷം പോയി നമുക്ക് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചോളാം എന്നൊരു പ്രാർത്ഥനയോടെ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുക. അതേസമയം ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്നു എന്ന് കരുതി മറ്റുള്ള സ്ത്രീകൾക്ക് പൊങ്കാലയിടാൻ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർ ഈ പിന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്ന സ്ത്രീയെ തൊടാതെയും ശുദ്ധവൃത്തിയോടെയും അവരിൽ നിന്ന് മാറി അവർക്ക് ഇത് ചെയ്യാം. ആ ഒരു സ്ത്രീയോട് പിന്നെ മറ്റുള്ള സ്ത്രീകളും നമ്മൾ പൊങ്കാലയിടാൻ പോകുന്ന ദിവസം ശുദ്ധവൃത്തിയോടെ കുളിച്ചാണല്ലോ പോകുന്നത്. ആ സമയത്ത് അതിനുശേഷം അവരെ തൊടാൻ സമ്മതിക്കാതിരുന്നാൽ മതി. കാരണം നമ്മൾ എല്ലാത്തിലും വിശ്വാസം വേണം, ആചാരം വേണം, എന്നാൽ അന്ധവിശ്വാസം വേണ്ട. അപ്പം ഇങ്ങനെ കാരണം ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിനൊക്കെ ഉള്ള ശാസ്ത്രീയമായിട്ടും ചില കാര്യങ്ങളുണ്ട്. കാരണം ആ സമയത്തുള്ള ആ സ്ത്രീയുടെ ബോഡി കെമിസ്ട്രി, അവരുടെ ഒരു ശാരീരിക അവസ്ഥയൊക്കെ പരിഗണിച്ചാണ് പണ്ടിങ്ങനെ. അല്ലാതെ ഇതൊരു ആ ഒരു പീരീഡിൽ പോയി പൊങ്കാല ഇടുന്നതുകൊണ്ട് എന്തോ ഒരു മഹാപാപം വന്നു പോകുന്നല്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു സമയത്ത് ഒരു മാനസികമായിട്ടും ഒക്കെ ഒരു ഇറിറ്റേഷനുള്ള സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവരുടെ ഭക്തി ഏകാഗ്രതയും കുറയും. അമ്പലത്തിൽ പോയി ഇടയ്ക്ക് പൊങ്കാലയിടാൻ പോയി ഇടയ്ക്ക് അവർക്കൊന്ന് ശുദ്ധവൃത്തി വേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരാവുന്നതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ചിട്ട അടിത്തറയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ പൊങ്കാലയിടാൻ പോകാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെ നമുക്ക് എന്താ പറയുക, അടുത്ത വർഷത്തേക്ക് നമ്മളെ പൊങ്കാല സമർപ്പിച്ചോളാം എന്നൊരു ദേവിക്കൊരു പ്രാർത്ഥന കൊടുത്ത് മാറ്റി വെച്ചാൽ മതി.